അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 44-ാം അധ്യായം സൂറത്തു ദുഖാൻ 34 മുതൽ 42 വരെയുള്ള ആയത്തുകളാണ് ഇന്നീ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനത്തെ സംബന്ധിച്ചും ഫറോവയ്ക്കും അനുയായികൾക്കും സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ചും അതിലെ പാഠങ്ങളും നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. തുടർന്ന് അള്ളാഹു പരലോക നിഷേധികളുടെ ഒരു വാദത്തെ എടുത്തു പറയുകയും അവയ്ക്ക് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യുകയാണ് ഈ ഭാഗത്ത് ചെയ്യുന്നത്. ഈ ജനം പറയുന്നു, ഇന്ന ഹൗലാഇ ലയഖൂലൂൻ ഇൻഹിയ ഇല്ലാ മൗത്തത്തുന അല്ലൂല വമാ നഹ്നു ബിമുൻശരീൻ. നമുക്ക് ആദ്യത്തെ മരണമല്ലാതൊന്നുമില്ല, അതിനുശേഷം നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരുമല്ല. മരണാനന്തര ജീവിതത്തെ അഥവാ പരലോകത്തെ നിഷേധിക്കുക എന്നതായിരുന്നു അവർ ഏറ്റവും കൂടുതൽ പ്രവാചകനെയും ദൈവിക അധ്യാപനങ്ങളെയും നിഷേധിക്കാൻ കാരണമാക്കിയത്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ, ആദ്യത്തെ മരണം എന്നത് ഒരു മനുഷ്യൻ തൻ്റെ ആദ്യ സന്താനം എന്ന് പറയുമ്പോൾ രണ്ടാമതൊരു സന്താനം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മൾ ആദ്യം മരിച്ചാൽ തന്നെ മണ്ണായി പോകും, അനന്തരം പുനർജീവിതം എന്നൊന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് ഈ ഐഹിക ജീവിതത്തിൽ പരമാവധി ആസ്വദിച്ച് ജീവിക്കണമെന്നായിരുന്നു അവരുടെ തത്വം. അവരതിന് ഉന്നയിക്കുന്നൊരു ന്യായം, ഫഉതു ബി ആയാതിന ഫഉതു ബി ആബാഇന ഇൻ കുന്തും സ്വാദിഖീൻ. ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഒന്ന് നിങ്ങൾ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ. പരലോകമുണ്ട്, ഈ ദുനിയാവിലെ കർമ്മങ്ങൾക്ക് വിചാരണയുണ്ടാകും, നന്മ തിന്മകൾക്ക് പ്രതിഫലമുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മറുപടി, വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവാ, ഞങ്ങളൊന്ന് കാണട്ടെ, എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം എന്നൊക്കെയായിരുന്നു. മരണാനന്തര ജീവിതം ബോധ്യപ്പെട്ടാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. മരിച്ചു കഴിഞ്ഞവർ ഈ ദുനിയാവിൽ തന്നെ തിരിച്ചു വരുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാരോ വിശ്വാസികളോ ഞങ്ങൾ തന്നെയാണ് പുനരുജ്ജീവിപ്പിക്കുന്നവർ എന്ന വാദവുമായിട്ട് അവരുടെ മുമ്പിൽ വന്നിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നതിന് ന്യായമുണ്ടാകുമായിരുന്നു. ഈ ലോകത്ത് മുഴുവൻ മനുഷ്യരും നശിക്കുമെന്നും മുഴുവൻ മനുഷ്യരെയും പിന്നീട് ഒരു നാൾ പുനരുജ്ജീവിപ്പിക്കുമെന്നും അവരുടെ നന്മ തിന്മകൾക്ക് ശിക്ഷകൾ നൽകുമെന്നും അതാണ് ശരിയായ നീതിയെന്നും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അവരുടെ ഈ വാദം തീർത്തും വ്യർത്ഥമാണ്, വിലയില്ലാത്തതാണ്. അഹും ഖൈറുൻ അം ഖൗമു തുബ്ബ വല്ലദീന മിൻ ഖബ്ലിഹിം അഹ്ലക്നാഹും ഇന്നഹും കാനൂ മുജ്രിമീൻ. ഇവരാണോ അതല്ല തുബ്ബയിൻ്റെ ജനം, അവർക്ക് മുമ്പുണ്ടായിരുന്ന ജനതയുമാണോ കൂടുതൽ മെച്ചപ്പെട്ടവർ? അധർമ്മികളായതുകൊണ്ട് നാം അവരെ നശിപ്പിച്ചു. അള്ളാഹു ചോദിക്കുന്നു, തുബ്ബയിൻ്റെ ജനത, ഇവർക്ക് മുമ്പുള്ള മറ്റു ജനതകൾ ഇവരെക്കാൾ വലിയവരായിരുന്നു അധികാരത്തിൽ, സാമ്പത്തിക രംഗത്ത്, സ്ഥാനമാനങ്ങളിലെല്ലാം. എന്നിട്ടും അവർക്ക് നാശം സംഭവിച്ചല്ലോ. ആരായിരുന്നു തുബ്ബ്? ഹിമ്യർ ഗോത്രത്തിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് തുബ്ബ്. കൈസർ, ഫറോവ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് പ്രത്യേക സ്ഥാനപ്പേരുണ്ടായിരുന്നതുപോലെ ഈ സമൂഹത്തിന് സബ് സമൂഹത്തിൻ്റെ ഒരു ശാഖയുമായി ബന്ധമുണ്ടായിരുന്നു. ക്രിസ്തുവിന് മുമ്പ് 115 സബ് രാജ്യം അവർ ജയിച്ചടക്കി. ക്രിസ്താബ്ദം 300 വരെ അവരുടെ ആധിപത്യം വാണു. അറേബ്യയിൽ നൂറ്റാണ്ടുകളോളം ഇവരുടെ പ്രതാപത്തിൻ്റെ കഥകൾ പാരമ്പര്യമായി പ്രചരിച്ചു വന്നിരുന്നു. നിഷേധികൾക്കുള്ള ഒന്നാമത്തെ മറുപടിയാണിത്. ചുരുക്കം ഇങ്ങനെയാണ്: വ്യക്തികളാവട്ടെ സമൂഹങ്ങളാവട്ടെ പാപികളാകാതെ നിവൃത്തിയില്ലാതെ, അഥവാ ഒരു സമൂഹം അവർ വിശ്വസിക്കേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് പരലോക
വിശ്വാസമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ വലിയ സ്ഥാനങ്ങളുണ്ട്, സമ്പത്തുണ്ട് എന്നതുകൊണ്ട് പരലോകത്ത് നിഷേധിക്കാൻ അതൊരു ന്യായമാകുന്നില്ല. നിങ്ങളെക്കാൾ വലിയവരായിരുന്നു തുബ്ബ്, അതുപോലെ തന്നെ പ്രഭൃതികളായ മറ്റു ജനതയും. അവർക്കെല്ലാവർക്കും നാശമുണ്ടായിട്ടില്ലേ? ക്ഷണികമായ ലോകത്ത് അവരൊരിക്കലും ശാശ്വതരായിരുന്നില്ല. അവർക്കുള്ള രണ്ടാമത്തെ മറുപടി ഇങ്ങനെയാണ്: പരലോകത്തെയും മരണാന്തര ജീവിതത്തെയും ശിക്ഷകളെയും ഒക്കെ നിഷേധിക്കുന്നവർ ഈ ലോകമാകുന്ന തൊഴിൽശാലയെ ഒരു കളിക്കോപ്പയായും അതിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ എട്ടും പൊട്ടും തിരിയാത്ത കളിക്കുട്ടിയായി കാണുകയുമാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ മറുപടി ഇതാണ്: വമാ ഖലഖന സമാവാതി വല്ലർള വമാ ബൈനഹുമാ ലാഇബീൻ. ഈ ആകാശഭൂമികളെയും അവർക്കിടയിലുള്ള വസ്തുക്കളെയും നാം വിനോദമായി സൃഷ്ടിച്ചതല്ല, തികഞ്ഞ യാഥാർത്ഥ്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. പക്ഷേ ഇവരിൽ അധിക ആളുകളും അറിയുന്നില്ല. മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു മറുപടി നൽകുന്നത്. ഈ ഭൂമിയെ, പ്രപഞ്ചത്തെ എല്ലാം സംവിധാനിച്ചത് തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടാണ്. വ്യർത്ഥമായി ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഖുർആൻ ധാരാളം സ്ഥലത്ത് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിഷേധികളായി പ്രവാചകന്മാരെ കളവാക്കുന്നു എന്നതുകൊണ്ട് ശാശ്വതമായി ഭൂമിയിൽ വിഹരിക്കുവാനോ ആനന്ദിക്കുവാനോ നിങ്ങൾക്ക് സാധ്യമല്ല. മുൻപുള്ള ആളുകൾ നശിച്ചതുപോലെ നിങ്ങളും നശിക്കും. അതുപോലെ തന്നെ കൃത്യമായൊരു ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഭൂമിയെയും പ്രപഞ്ചത്തെയും സംവിധാനിച്ച നാഥൻ നിങ്ങളെയും വിചാരണ ചെയ്യും. ഇന്ന യൗമൽ ഫസ്ലി മീഖാത്തുഹും അജ്മഈൻ. വിധിദിനമാണ് ഇവരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഒരു നിർണിത സമയമെന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ച് ആളുകൾ പരലോകത്തെ നിഷേധിക്കുന്നു. അപ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കല്ലറയിൽ നിന്ന് ഒരാളെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരിക, ഇതല്ലല്ലോ അതിനുള്ള മറുപടി എന്ന് പറയുന്നത്. വളരെ കൃത്യമായി അവരുടെ നെഞ്ചത്തേക്ക് ചില ഊന്നലുകൾ നൽകുന്നു. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഒന്നിങ്ങി ജീവിപ്പിച്ചു കൊണ്ടുവരിക എന്നായിരുന്നു നിഷേധികളുടെ വാദം. അതേക്കുറിച്ച് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: മരണാനന്തര ജീവിതം ഒരു തമാശയൊന്നുമല്ല. വല്ലയിടത്തും ആരെങ്കിലും അതിനെ നിഷേധിക്കുമ്പോഴേക്കും ഒരു പരേതനെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ്റെ സമക്ഷം ഹാജരാക്കാൻ. അന്തിമരും ആദിമരുമായ സകലമാന മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് തൻ്റെ കോടതിയിൽ സമ്മേളിപ്പിക്കുന്നതിനും കേസുകൾ വിചാരണ ചെയ്ത് വിധി കൽപ്പിക്കുന്നതിനും അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ നിഷേധിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അന്ന് നിങ്ങളുടെ വെപ്രാളങ്ങൾ കൊണ്ടോ പരിഭവങ്ങൾ കൊണ്ടോ പരാതികൾ കൊണ്ടോ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. യൗമല യോനി മൗല അം മൗല ഷെയ്അ വലാഹും യുൻസറുൻ. മൗല എന്നാൽ ഉറ്റ മിത്രം എന്നാണ് അർത്ഥം. അന്നാളിൽ ഒരു മിത്രവും തൻ്റെ ഉറ്റവന് ഒട്ടും ഗുണപ്പെടുകയില്ല. യൗമ ലാ യോനി മൗല അൻ മൗല ഷെയ്അ വലാഹും യുൻസറുൻ. എങ്ങു നിന്നും അവർക്കൊരു സഹായവും ലഭിക്കുകയുമില്ല. ഇല്ലാമർ റഹിമല്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചവർക്കല്ലാതെ. ഇന്നഹുവൽ അസീസുർ റഹീം, നിശ്ചയം അള്ളാഹു അജയ്യനും ദയാപരനുമാണ്. മൗല എന്ന പദം കുടുംബബന്ധം, സുഹൃബന്ധം തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തെ ആധാരമാക്കി മറ്റു വ്യക്തികളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന വ്യക്തിയെ കുറിക്കാനാണ് അറബിയിൽ ഈ പദം ഉപയോഗിക്കാറുള്ളത്. വിവാഹ സമയത്തൊക്കെ നമ്മൾ വലിയ എന്നൊക്കെ പറയാറുണ്ടല്ലോ. സംരക്ഷണം ഏറ്റെടുക്കുക. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞു. അവന് ഈ ഭൂമിയിൽ അടിച്ചു പൊളിച്ച് സുഖ സൗകര്യങ്ങളോടെ ജീവിച്ചു. അവന് ധാരാളം സുഹൃത്തുക്കളുണ്ട്, കുടുംബ ബന്ധങ്ങളുള്ള ആളുകളുണ്ട്. നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ അവന് ബോധ്യപ്പെട്ടു താൻ തിരഞ്ഞെടുത്തത് തെറ്റായിരുന്നുവെന്ന്. നാളെ പരലോകത്ത് തൻ്റെ സുഹൃത്തുക്കളെയും കുടുംബ ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് അവരെയും കൂട്ടിയിട്ടങ്ങ് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അതൊട്ടും സാധ്യമായ കാര്യമേ അല്ല. എവിടെ നിന്നും അയാൾക്കൊരു സഹായിയെയും ലഭ്യമല്ല. നീതി സ്ഥാപിക്കുന്ന ആ വിധിനത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്ന് അള്ളാഹു ഖുർആനിലൂടെ വ്യക്തമാക്കുന്നു. ഏതെങ്കിലും ഒരു കുറ്റവാളിക്ക് ആരുടെയും സഹായമോ സംരക്ഷണമോ തേടാനാവില്ല, ശിക്ഷ ലഘൂകരിക്കാനുമില്ല. ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ് നടത്തുമ്പോഴേക്ക് അള്ളാഹു അവന് ഒഴികഴിവ് നൽകുകയുമില്ല.
ഇവിടെ ദുനിയാവിൽ എത്ര വലിയ തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിലും സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും പിൻബലമുണ്ട് എങ്കിൽ അവർ വളരെ നിഷ്പ്രയാസം രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. പരലോകം അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ ആർക്കും അള്ളാഹു അനുവാദം നൽകുകയില്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുവാദം ലഭിച്ചവർക്കൊഴിച്ച് അള്ളാഹുവിനെ ഭൂമിയിൽ അനുസരിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് അവനെ വണങ്ങി വഴങ്ങി അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് മാത്രമായിരിക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുക, തണൽ ലഭിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അജയ്യനും ദയാപരനുമാണ്. ചുരുക്കത്തിൽ പരലോകത്തെ നിഷേധിക്കുന്നവർക്കുള്ള വളരെ കൃത്യമായ മറുപടി ഈ സൂക്തങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ പ്രവാചകന്മാരെ അനുസരിക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ക്ഷണികമായ ഈ ദുനിയാവിനേക്കാൾ പരലോക ജീവിതത്തിന് മുൻഗണന നൽകുക. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുക. മനുഷ്യരോടുള്ള അക്രമം അവസാനിപ്പിക്കുക. നീതി നിഷേധങ്ങൾ വെടിയുക. ശാശ്വതമായ സ്വർഗം നേടിയെടുക്കാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തുക. ഇല്ല, നിങ്ങളിതിനൊന്നും പരിഗണിക്കുന്നില്ല എങ്കിൽ പരലോകത്തെ നിഷേധിച്ച് അങ്ങനെ ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പൂർവികരായ ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണമെന്ന വിഡ്ഢിത്തമാണ് നിങ്ങൾ ആവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു നാൾ പരലോകം ബോധ്യപ്പെടും. അന്ന് നിങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുക അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമാണ്. പരലോക വിജയം അവർക്കുള്ളതാണ് എന്ന കൃത്യമായ മറുപടിയാണ് ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. പടച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് നല്ലവരായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.